കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ 2 വർഷമായി ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ കൈവശം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിന് പാവപ്പെട്ടവരുടെ രക്തം ചിന്തിയ കാശുകൾ കൊണ്ടാണ് ഈ കാണുന്ന സൗധങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. മന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് ഗുണ്ടകളെ ഉൾപ്പെടുത്തി പല വീടുകളിൽ നിന്ന് പോയി 2 പേരുടെ കയ്യിൽ നിന്നും കൊടുത്ത രാജിക്കത്ത് പകരം രാജി വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് ചോദിച്ചു. ചങ്ങനാശ്ശേരി പെട്മാക്കപ്പി നടത്തിയതിന് 1.5 കോടി രൂപ ചെലവായിരുന്നു. കൊട്ടാരക്കരയിൽ നടത്തിയപ്പോൾ അവിടെ 1 കോടി രൂപ താഴെയായിരുന്നു. വണ്ടൂരിൽ മാത്രം 4 കോടി പുറത്തായി. ബാലകൃഷ്ണപ്രസാദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് എന്നോട്, വിശ്വസിച്ച എന്നോട്, ഇവനെ ഇതിനകത്ത് കേൾക്കരുത്, ഇവനിത് നശിപ്പിച്ചേ പോകുന്നു. ഗണേഷ് കുമാർ നേതൃത്വപ്പെടുത്തുന്ന പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാനാണ് ഇപ്പോഴും. ഞാൻ രാജിവെച്ചിട്ടില്ല, എന്നെ പുറത്താക്കിയിട്ടില്ല. സ്വന്തം നിലയിൽ ചെയ്യും, മറ്റുള്ളവർ ഓച്ചാനി ചെയ്ത് കേട്ടിരിക്കുന്നു. നമ്മളത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞാലോ അടിയും. ഗണേഷ് കുമാർ അടിക്കുമോ അതോ ആളിനെ പഠിപ്പിക്കും? ആളിനെ കൂടെ അടിക്കും. ഇതൊരു സമുദായത്തെക്കുറിച്ചാണ് പറയുന്നത്. സമുദായത്തെക്കുറിച്ചാണ് സമുദായത്തിന്റെ യൂണിയൻ പ്രസിഡന്റാണ് ആ സമുദായത്തിലുള്ള അംഗങ്ങളെ ഉപദ്രവിക്കുന്നത്. എന്നിലൊരു മന്ത്രിയുണ്ട്, എന്നിലൊരു ഗുണ്ടായി ഉണ്ടാകുന്നത് നീ ഒന്നും അറിഞ്ഞിട്ടില്ലത്. ആ സിപിഎമ്മിന്റെ നേതാവ് പറഞ്ഞത് ഞാൻ കൊടുത്തുള്ളതാണ്. പണ്ട് ഞാനൊന്ന് കൊടുത്താൽ 3 കൊല്ലം ശബ്ദിച്ചിട്ടില്ല, പിന്നെ ശബ്ദിച്ചിട്ടില്ല. അതൊക്കെ ഇങ്ങനെ അതിനുള്ള പണികൾ എന്തേലുള്ളൂ. ഞാനും അവിടെ അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെയൊന്നും മാർക്സിസ്റ്റും ആവശ്യമൊന്നും കാണിച്ച് ഭയപ്പെടുന്ന കാലമൊക്കെ കഴിയും. നമസ്കാരം. എന്നിലൊരു MLA ഉണ്ട്, എന്നിലൊരു മന്ത്രിയുണ്ട്, എന്നിലൊരു ഗുണ്ടയുമുണ്ട്, അതൊന്നും നീയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പത്തനാപുരം NSS യൂണിയൻ കമ്മിറ്റിയിൽ പറഞ്ഞത് ഇങ്ങനെയെന്ന് പത്തനാപുരം NSS യൂണിയൻ അഡ്കോ കമ്മിറ്റി ഇപ്പോൾ പ്രതികരിക്കുന്നു. സാഹചര്യം കൽപ്പ കഫയുമായിട്ട് ബന്ധപ്പെട്ട കണക്കിന് ചോദിച്ചു. അന്നത്തെ ആചാര്യൻ്റെയും ശ്രീ ആർ ബാലകൃഷ്ണപ്രസാദിൻ്റെയും 2 പ്രതിമകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി 250 ലക്ഷത്തോളം രൂപ സംഭരിച്ചു. അതിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഇപ്പോൾ പുറത്തറിയാൻ വയ്യാത്തൊരു പരിസ്ഥിതിയിൽ ആ കണക്കിന് ചോദിച്ചതാണ് അതിനിടെ ഉണ്ടാകാനുള്ള കാരണം. ആ കാരണം അനുസരിച്ച് അത് ചങ്ങനാശ്ശേരി NSS യൂണിയനെ ചങ്ങനാശ്ശേരി ജനറൽ സെക്രട്ടറി അറിയിക്കുകയും ദേശാടെ അറിയിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ 11 പേര് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. രാജിവെച്ചതിന് ശേഷം രാജിവെച്ച പലരുടെയും ഭവനങ്ങളിൽ മന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് ഗുണ്ടകളെ ഉൾപ്പെടുത്തി പല വീടുകളിൽ നിന്ന് പോയി 2 പേരുടെ കയ്യിൽ നിന്നും കൊടുത്ത രാജിക്കത്ത് പകരം രാജി വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് ചോദിച്ചു. എങ്കിൽ പോലും ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് രജിസ്ട്രാർ നിലവിലുള്ള ഭരണസമിതിയെ പിരിച്ചുവിടുകയും പുതിയ അഡ്കോ കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇന്നലെ 4 മണിയായപ്പോൾ പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ്റെ അഡ്കോ കമ്മിറ്റി ചാർജെടുത്തു. യൂണിയൻ പ്രസിഡന്റിൻ്റെ താല്പര്യമുള്ള ആളുകളെ നോക്കി കോൺട്രാക്ട് കൊടുക്കുകയും അതിൻ്റെ കണക്കുകൾ യാതൊന്നും തന്നെ യൂണിയൻ കമ്മിറ്റിക്ക് അറിയാമോ ചോദിക്കാനോ പാടില്ലാത്ത രീതി അനുസരിച്ച് അദ്ദേഹം തന്നിട്ടുമായിട്ടാണ് പോകുന്നത്. അതാണ് ഈ പട്ന കഫയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാക്കാറ്. 4 കോടി രൂപ ചുറ്റുമാണ് പട്ന കഫയ്ക്ക് ചിലവായിട്ടുള്ളതാണ് പറയുന്നത്. 1 കോടി രൂപയെടുത്ത് പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടി കരയോഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. പ്രസിഡന്റ് അല്ല ഇപ്പോഴും 1 മണിക്കൂർ മുമ്പ് ഒരു യോഗത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ സ്വന്തം അധ്വാനത്തിൽ ആരുടെ പിരിവെടുക്കാതെ പിന്നെ അധ്വാനത്തിൽ കെട്ടിപ്പടുത്താണ് പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ. പക്ഷേ ഇതിനകത്ത് മറുപടിയും പറയുന്നുണ്ട്. ആ മറുപടിയാണ് 1974 ഞാൻ പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ്റെ ഭരണസമിതിയിൽ അന്ന് ബഹുമാനീയ ആർ ബാലകൃഷ്ണപ്രസാദായിരുന്നു പ്രസിഡന്റ്. അന്ന് മുതൽ 2020-21 കാലയളവിൽ അദ്ദേഹം മരണപ്പെടുന്ന കാലം വരെ അമിതമായി പത്തനാപുരം താലൂക്ക് യൂണിയൻ പൈസ ചെലവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഈ യൂണിയൻ്റെ വളർച്ചയ്ക്ക് വളരെ പ്രയോജനമുണ്ട്. അല്ല, സാമ്പത്തികമായ രീതി അനുസരിച്ച് യൂണിയനൊന്നുമില്ല. ഈ സമുദായത്തിലെ ആയിരക്കണക്കിന് പാവപ്പെട്ടവരുടെ രക്തം ചിന്തിയ കാശുകൾ കൊണ്ടാണ് ഈ കാണുന്ന സൗധങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അല്ലാതെ അദ്ദേഹം വന്നപ്പോൾ
പിന്നെ വേറൊരു വാടക കെട്ടിടത്തിലെ മുറിയിലാണ് NS യൂണിയൻ ഓഫീസ് തുടങ്ങിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിന് എനിക്കൊരു ഉദാഹരണം പറയാമല്ലോ. ഞാൻ 1972 ഇളമ്പൻ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായി. ഞാൻ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഇരിക്കാൻ കസേര പോലുമില്ല. ആ സ്ഥലത്ത് ഇന്ന് 2026 എയർ കണ്ടീഷൻ ചെയ്ത റൂം ഉൾപ്പെടെ പ്രവർത്തിക്കുന്നു. അത് എൻ്റെ മക്കൾക്കോ എനിക്കോ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞൊരു കാര്യം. ഇപ്പോൾ യൂണിയൻ പ്രസിഡന്റ് പറയുന്നത് എൻ്റെ അച്ഛൻ 64 വർഷത്തെ സേവനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് ഇത് പറയുന്നത്. 64 കൊല്ലം കൊണ്ട് അച്ഛൻ ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, മകനായ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് കൂടെ വ്യക്തമാക്കിയാൽ കൊള്ളാം. ഒരു ചില്ലിക്കാശിൻ്റെ പൈസ പോലും ഈ യൂണിയൻ ഓഫീസിൽ ചിലവാക്കി. ഇവിടുത്തെ പൈസ എടുത്ത് അന്തിമമായി ചിലവഴിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? ഇദ്ദേഹത്തിന് പറയുന്നതെന്ന് പറഞ്ഞാൽ കൊണ്ട് ഇപ്പോൾ ഇതിനകത്തുണ്ടായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വേണുവിനെ മർദ്ദിച്ചതിനെതിരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ അത് പോലീസ് കേസായി. പോലീസ് കേസായപ്പോൾ അദ്ദേഹം പറഞ്ഞത് അടികൊണ്ട വേണുവും അടിച്ച വിഷ്ണുവും കേരള കോൺഗ്രസ്സുകാരാണ്, ഞങ്ങൾ തീർത്തോളാമെന്ന്. പക്ഷെ വേണു കേസിന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചു. ഇന്ന് വേണുവിനാണെങ്കിൽ നാളെ എനിക്ക്, മറ്റന്നാൾ രാധാകൃഷ്ണൻ സാറിന്, അതിനടുത്ത ദിവസം പ്രകാശന്, ഇങ്ങനെ പല ആൾക്കാർക്ക് ഈ അബദ്ധങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഇയാളുമായിട്ട് തുടർന്ന് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ 11 പേര് പോയി രജിസ്ട്രാറെ കണ്ട് നേരിട്ട് രാജിവെച്ചത്. ബാലകൃഷ്ണപിള്ള സാറിൻ്റെ കാല് നക്കി എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റി കൂടെ നടന്ന് എല്ലാം സുഖങ്ങളും അനുഭവിച്ചതിന് ശേഷം ഗണേഷ് കുമാർ സാറിനെ വഞ്ചിച്ചു വന്ന ഗണേഷ് കുമാർ സാറിനെ വഞ്ചിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പ്രതിപാദിക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല. കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ 2 വർഷമായി ഈ പറയുന്ന ഗണേഷ് കുമാറിൻ്റെ കൈവശം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിശ്ചയിക്കട്ടെ, കൊടുത്ത ഡേറ്റ് ഉൾപ്പെടെ കറക്റ്റായിട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ 1-2 കോടികൾ, ഒരുപാട് കോടികളാവും. അതിനനുസരിച്ച് ഇൻകം ടാക്സിൻ്റെ കേസ് വരെ നടക്കുകയാണ് ബാങ്കിൽ. പത്മ കഫേ തുടങ്ങണമെന്ന് NSSൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ അതിനുള്ള ആസൂത്രണം ചെയ്യാൻ യൂണിയൻ കമ്മിറ്റി ആലോചന വെച്ചു. അദ്ദേഹം അതെല്ലാം ഏറ്റു. അദ്ദേഹത്തിൻ്റെ ഒരു PA ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെ വന്നാണ് ഇതിൽ നേതൃത്വം കൊടുത്ത് ഈ പണികളൊക്കെ ചെയ്തു. കമ്മിറ്റിക്ക് യാതൊരു അവകാശമില്ല. സെക്രട്ടറി ചെക്ക് കൊണ്ട് കൊടുത്തോളാം, ഒപ്പിട്ട് കൊടുത്തോളാം. അതിനപ്പുറത്തോട് ചോദിക്കാൻ പാടില്ല. സെക്രട്ടറി ചോദിക്കാൻ പാടില്ല, ഭരണസമിതി അംഗങ്ങളിൽ ചോദിക്കാൻ പാടില്ല. ചങ്ങനാശ്ശേരി മുതൽ ഇങ്ങോട്ട് പലയിടത്ത് ഞങ്ങൾ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ ഇതൊന്നുമില്ല. ചങ്ങനാശ്ശേരി പത്മ കഫേ നടത്തിയതിന് 1.5 കോടി രൂപ ചെലവായിരുന്നു. ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ കൊട്ടാരക്കരയെ നടത്തിയപ്പോൾ അവിടെ 1 കോടി രൂപ താഴെയായിരുന്നു. പുനലൂരിൽ മാത്രം 4 കോടി പുറത്തായി കെട്ടിടം ഉണ്ടാക്കിയിട്ട്. അല്ല, പുനലൂർ പത്മ കഫേ മാത്രമല്ലായിരുന്നല്ലോ, മൊത്തത്തിലൊരു പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയില്ലേ? ഒരടിസ്ഥാനം ഒരുക്കിയില്ല. അതെല്ലാം നേരത്തെ ഉള്ളത് തന്നെയാണ്. കെട്ടിടം വെട്ടി മുറിച്ചു. പത്രാവതി താലൂക്കിലെ നായന്മാർ കഴിയുന്ന പൊതുയോഗം കൂടുള്ള സ്ഥലം വെട്ടി കീറി പല കഷ്ണമാക്കി വെച്ചു. അത്രയും ഉപകാരം ചെയ്തു. ഇപ്പോൾ പൊതുയോഗം കൂടണമെങ്കിൽ എവിടെയെങ്കിലും മറ്റ് ആളുകൾ അന്വേഷിച്ച് പോകേണ്ട ഗതികളാണെന്നുണ്ടെങ്കിൽ പത്മ കഫേയുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തുമെന്ന് ആരോപിക്കുമ്പോഴും ഏത് മേഖലയിലാണ് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യലാണോ, ഈ നിർമ്മാണത്തിലാണോ, അല്ലെങ്കിൽ ഇലക്ട്രിഫിക്കേഷൻ അതുപോലെയുള്ള സാധനങ്ങൾക്കാണോ, അതിൻ്റെ പർച്ചേസിംഗിലാണോ ഈ അഴിമതി നടന്നത്? അത് വെക്കാത്ത പർച്ചേസിൻ്റെ പേരിലാണ് 1. 2, ബാലകൃഷ്ണപിള്ള സാറ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് എന്നോട്, വിശ്വസിച്ച എന്നോട്, ഇവനെ ഇതിനകത്ത് കയറ്റരുത്, ഇവനിത് നശിപ്പിച്ചേ പോകുന്നു. ആ രീതി അനുസരിച്ച് ഇപ്പോൾ പത്രാവതി താലൂക്കിലെ നായന്മാർക്കായപ്പോൾ മനസ്സിലായി. പിന്നെ ഒരു ആരോപണം കൂടെ ഉന്നയിക്കുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ടാണ്. ഇതെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കളിയാണ് എന്ന് പറയുന്നത്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഗണേഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാനാണ് ഇപ്പോഴും. ഞാൻ രാജിവെച്ചിട്ടില്ല, എന്നെ പുറത്താക്കിയിട്ടില്ല. ഇപ്പോഴും ഞാൻ കോൺഗ്രസ് പാർട്ടിയായിട്ട് എനിക്കൊരു ബന്ധമില്ല, മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ കേരള കോൺഗ്രസ്സുകാരനായിട്ട് ഇപ്പോൾ നിൽക്കുന്നു. എന്നെ വേണ്ടാന്ന് നോക്കിയ സമയത്ത് ഞാനും വേണ്ടാന്ന്. പക്ഷേ അനീതിക്ക് കൂട്ടി നിൽക്കാൻ നിൽക്കുകയില്ല. ഇപ്പം രാഷ്ട്രീയ ബന്ധമില്ലെന്നാ പറയാം ഇതിനകത്ത്. രാഷ്ട്രീയമുണ്ട്. അല്ല, MLA ഉന്നയിക്കുന്ന ആ ഒരു ബന്ധമില്ല. KB ഗണേഷ്കുമാർ ഏകാധിപതിയെ പോലെയാണ് ഇവിടെ പെരുമാറിയതെന്നൊരു ആക്ഷേപമുണ്ട്. അതിൽ നിന്നൊരു വാസ്തവമുണ്ട്. ശരിയാണ്. ആരോഗ്യത്തിൻ്റെ യാതൊരു കാര്യങ്ങളും ആരോടും ആലോചിക്കില്ല. സ്വന്തം നില ചെയ്യും, മറ്റുള്ളവർ ഓച്ചാനിച്ച് നിന്ന് കേട്ടിരിക്കുന്നു.
നമ്മളത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞാലോ പറഞ്ഞാൽ അടിക്കും. ഈ ഗണേഷ് കുമാർ അടിക്കുമോ അതോ ആളിനെ പ്രകടിപ്പിക്കുമോ? ആളിനെ കൂടെ അടിക്കും. ഇതൊരു സമുദായത്തെക്കുറിച്ചാണ് പറയുന്നത്. സമുദായത്തെക്കുറിച്ചാണ് പറയുന്നത്. സമുദായത്തെക്കുറിച്ചാണ്. സമുദായത്തിന്റെ യൂണിയൻ പ്രസിഡന്റാണ് ആ സമുദായത്തിലുള്ള അംഗങ്ങളെ ഉപദ്രവിക്കുന്നത്. വേണു യൂണിയൻ ഭരണസമിതി അംഗമോ? ഗണേഷ് കുമാർ യൂണിയന്റെ പ്രസിഡന്റാണ്. രണ്ടുപേരും ഒരു സമുദായം. എന്നിട്ട് അദ്ദേഹം കഴിഞ്ഞ കമ്മിറ്റിക്ക് പറഞ്ഞത് എന്നിലൊരു MLA ഉണ്ട്, എന്നിലൊരു മന്ത്രിയുണ്ട്, എന്നിലൊരു ഗുണ്ടായി ഉണ്ടാകുന്നു നീ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിലൊരു ഗുണ്ടായി ഉണ്ടെന്ന് നീ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് യോഗത്തിൽ പറഞ്ഞതാണോ അതോ കമ്മിറ്റിയിൽ ഞങ്ങളിരിക്കുന്ന കമ്മിറ്റി പറഞ്ഞതാ? ശരിക്കും പറഞ്ഞാൽ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രതികരിക്കാനൊന്നും അവിടെ പോലീസുകാരനും മറ്റോടായിട്ട് ഇരിക്കുന്നത് ഞാൻ പോലും ചെയ്യാൻ പോകും. ഈ രാഷ്ട്രീയ പ്രതികരിച്ചതാണ് ഞങ്ങൾ ഈ താലൂക്ക് രാജിവെച്ച് കൊടുത്തുപോയത്. ഈ രാഷ്ട്രീയ സ്വാധീനമാണോ ഇത്ര വഷളാക്കി? രാഷ്ട്രീയ സ്വാധീനമല്ല, അദ്ദേഹത്തിന്റെ ഈ ധിക്കാരമാണ്, സ്വേച്ഛാധിപരമായ പെരുമാറ്റം. ഈ 50-53 വർഷത്തിനിടയ്ക്ക് പോകുന്ന ഒരാളിനെ പറഞ്ഞു കമ്മിറ്റിയിലും കേട്ടിട്ടില്ല, പുറത്തും ബാലകൃഷ്ണ സാർ ഞാനൊരു MLA ആണ്, പ്രസിഡന്റാണ്, ഗുണ്ടയുമാണെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇപ്പോൾ ഈ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു ആക്രമണം ഭയക്കുന്നുണ്ട്. ആക്രമണം ഭയമില്ല. എതിർപ്പ് ഉണ്ടായ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യണം? അത്രത്തോളം ഗുണ്ടകൾ തീറ്റിപ്പോരുന്നതാണോ പ്രസിഡന്റ് ഗണേഷ് കുമാർ? അത്രത്തോളം ഗുണ്ടകളെ ഉണ്ടായിരുന്നതിന് 4 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നടന്ന കഥ അറിയാം. അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളല്ലയോ അദ്ദേഹത്തിന്റെ ഭാര്യയെ പിടിച്ചു നിർത്തിയത്. സാർ ഇന്ന് പറഞ്ഞൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇളമ്പൾ മഹാദേവ ക്ഷേത്രത്തിനെ കുറിച്ചൊരു ആരോപണം ഇന്ന് അവിടെ ഉന്നയിച്ചു. അത് ആ ജനങ്ങൾ മൊത്തം കേട്ടയാണ്. അതിലെ ഉന്നയിച്ച ഒരാൾ കൂടി ഇരിപ്പുണ്ട്. അങ്ങല്ലാതെ നിങ്ങൾ രണ്ടും കൂടി മഹാദേവ ക്ഷേത്രം NSSന്റെ ആക്കി മാറ്റുന്നതിനുള്ള നടപടി ഉണ്ടായിരുന്നു, അത് എതിർത്തതാണ് ഇത്രയും പ്രശ്നത്തിന് കാരണമെന്നും ഇന്ന് പറഞ്ഞു. അകവോട് മരത്തിൽ നിന്ന് NSS യൂണിയന്റെ പേർക്ക് ഈ വസ്തു എഴുതി മേടിക്കുന്നത് ഞാനോട് ഉൾപ്പെട്ടാണ്. ഞാനവിടെ പോയി എന്നാണ് അവിടുന്ന് ആലുവയിലെ അകവോട് മണിയിൽ നിന്ന് പോയി NSS യൂണിയന്റെ പേർക്ക് മേടിക്കുന്നത്. മേടിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അതിർത്തി തോന്നി, അവരുമായിട്ട് കേസുണ്ടായി. ബാലകൃഷ്ണ സാറുമായിട്ട് കേസ് ഇങ്ങനെ നടന്ന് മധ്യസ്ഥ തീർന്നു. മധ്യസ്ഥ തീർന്നെന്ന് പറഞ്ഞാൽ പൈസ ചെലവഴിക്കുമ്പോൾ മാനേജ്മെന്റ് അറിഞ്ഞിരിക്കുക. മാനേജ്മെന്റ് എന്ന് പറയുന്നത് NSS ആണ്. നിങ്ങൾക്ക് ഇപ്പം പൈസ ചിലവാക്കിയിട്ട് നാളെ പൈസ വേണമെന്നുണ്ടെങ്കിൽ ആ കണക്ക് കൊണ്ട് എന്തെങ്കിലും അടുത്തേക്ക് കൊടുക്കും. അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഒക്കാറും കേസായി. അങ്ങനെ വന്ന് ഇദ്ദേഹം യൂണിയന്റെ പ്രസിഡന്റായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനോട് യൂണിയൻ കമ്മിറ്റി എല്ലാവരും പറഞ്ഞു, മന്ത്രി എന്നുള്ള നിലയ്ക്ക് ബന്ധപ്പെട്ട് സംസാരിച്ച് അത് തീരുള്ളൂ. അദ്ദേഹത്തിന്റെ ഏർപ്പാടിൽ അത് തീർക്കാൻ വേണ്ടി ശ്രമം നടത്തും. 50% മറ്റ് മാസ്റ്റർക്കും 50% നായന്മാർക്കും എന്നുള്ള രീതി അനുസരിച്ച് ഒരു തീരുമാനമുണ്ട്. പക്ഷേ തീരുമാനം ഉണ്ടാക്കിയപ്പോൾ അവിടെ ഇളമ്പർ പ്രദേശത്ത് 4 കരയോഗങ്ങളുണ്ട്, രജിസ്റ്റേർഡ് കരയോഗങ്ങൾ. ഈ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടു അവരോട് ആരോടെ ആലോചിച്ചു ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആ കരയോഗക്കാർ 4 പേരും കൂടെ അതിൻ്റെ ഭാരവാഹികൾ രജിസ്ട്രാറെ കണ്ട് പരാതി. രജിസ്ട്രാർ ഉടനെ തന്നെ സെക്രട്ടറിക്ക് ഡയറക്ഷൻ കൊടുത്തു. അങ്ങനെ യൂണിയന് NSSന്റെ വസ്തുക്കൾ വിൽക്കാനും മേടിക്കാനൊന്നും അവകാശമില്ല. അതുകൊണ്ട് അവിടുത്തെ കരയോഗങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യണമെന്ന്. അതാണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. അത് മന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ CPM നേതാവ് വരെ പറഞ്ഞു അത് ശരിയാണെന്ന്. അത് ഞങ്ങൾ മതേതരവാദികളായ ഞങ്ങൾ അങ്ങനെ CPM നേതാവ് പറഞ്ഞത് ഞാൻ കൊടുത്തുള്ളതാണ്. പണ്ട് ഞാനൊന്ന് കൊടുത്താൽ 3 കൊല്ലം ശബ്ദിച്ചിട്ടില്ല, പിന്നെ ശബ്ദിച്ചിട്ടില്ല. അതൊക്കെ ഇങ്ങനെ അതിനുള്ള പണികൾ എന്തെങ്കിലും ഉള്ളൂ. ഞാനും അവിടെ അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെയൊന്നും മാർക്സിസ്റ്റും RSSൊന്നും കാണിച്ച് ഭയപ്പെടുന്ന കാലമൊക്കെ കഴിയും. ഇവിടുത്തെ NSSന്റെ ശാഖകളിൽ പകുതിയും ഗണേഷ് കുമാറിനൊപ്പമാണെന്നൊരു പറച്ചിലുണ്ട്. അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ട്? അതിൻ്റെ വാസ്തവം ഇപ്പം ഒരു 30 ദിവസമൊക്കെ അറിയാവുന്നത്. അത് നമ്മളിപ്പോഴേ വാചാലരാവില്ല. ആദ്യമേ അദ്ദേഹം പറഞ്ഞെങ്കിൽ നായ വോട്ട് വേണ്ട. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിനടുത്ത് പോയി പ്രാർത്ഥിക്കാനൊക്കെ പോയി. പ്രസിഡന്റ് പറഞ്ഞത് സുകുമാരൻ നായർ സാറിൻ്റെ അടുത്ത് രാജ്യസന്നദ്ധ അറിയിച്ചുകൊണ്ട് ഗണേഷ് കുമാർ സാർ ചെന്നിരുന്നു. അന്ന് വാങ്ങിക്കാതിരുന്നതാണെന്നാണ് പറഞ്ഞത് രാജി. രാജി
പിന്നെ എങ്ങനെ മാധ്യമങ്ങളോട് അങ്ങനെ പറഞ്ഞല്ലോ? അങ്ങനെ പറഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ആ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നേരത്തെ കൊടുത്താൽ പറയാം. ഞങ്ങൾ രാജിവെച്ചപ്പോഴേ അദ്ദേഹം ഒന്ന് രാജിവെച്ചാൽ പറയാം. അതെ അതെ. വിമർശന ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന് അനുസൃതമായി പ്രവർത്തിക്കുക എന്നതാണ് അഡ്വോ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം. കരയോഗങ്ങളിലുമുള്ള ആ കരയോഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, സമുദായ അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ, കരയോഗങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അഡ്വോ കമ്മിറ്റിയുടെ ചുമതല. ദൈനംദിന പ്രവർത്തനങ്ങൾ മുടങ്ങരുത്. പ്രവർത്തനങ്ങളെല്ലാം ഒന്നും മുടങ്ങാതെ, യൂണിയന്റെ പ്രവർത്തനങ്ങൾ യാതൊന്നും മുടങ്ങുകയില്ല. യൂണിയൻ അംഗങ്ങൾക്ക്, ഭാരവാഹികൾക്ക്, കരയോഗ അംഗങ്ങൾക്ക് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകും. അതിനാവശ്യമായ ക്രമീകരണം ഒരുക്കുക എന്നതാണ് അഡ്വോ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. Tradition meets legacy. Radha's Punalur.